ഓം ഹരി ശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്നുഹം ശങ്കാഹീനമുറച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയോധ്യാകാണ്ഡത്തിൽ 101-ാമത്തെ സർഗമാണ് വ്യാഖ്യാനം പറയുന്നത്. കഴിഞ്ഞ സർഗത്തിൽ ശ്രീരാമനും ഭരതനും തമ്മിലുള്ള സമാഗമം കഴിഞ്ഞ് അതായിരുന്നു കണ്ടത്. ശ്രീരാമൻ ഭരതനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെയൊക്കെ മറുപടിയാണ് 101-ൽ പറയുന്നത്. മരവുരിയെടുത്ത് ജഡിലനായി നിലത്തു വീണ് കരയുന്ന ഭരതനെ ശ്രീരാമൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പുണർന്ന മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു, നീ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ, ദേഹം മെലിഞ്ഞ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? നമ്മുടെ അച്ഛൻ സുഖമായി ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അച്ഛനെ വിട്ട് നീ വനത്തിൽ വരാൻ എന്താണ് കാരണം എന്നെല്ലാം ചോദിച്ചു. അച്ഛനെ വിട്ട് നീ വരാൻ പാടില്ലായിരുന്നു. സത്യവിക്രമനായ അച്ഛനെ നീ വേണ്ട പോലെ ശുശ്രൂഷിക്കുന്നില്ലേ? അതുപോലെ നിന്റെ ശാശ്വതമായ രാജ്യം ശത്രുക്കളാൽ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നീ വേണ്ട പോലെ ബ്രാഹ്മണരെയും ഗുരുക്കന്മാരെയും പൂജിക്കുന്നുണ്ടല്ലോ. കൗസല്യ തുടങ്ങിയ നമ്മുടെ അമ്മമാർക്കും സുഖം തന്നെയല്ലേ? ദേവന്മാര്, പിതൃക്കള്, ഗുരുക്കന്മാർ, ബ്രാഹ്മണർ എന്നിവരെയെല്ലാം നീ വേണ്ട പോലെ മാനിക്കുന്നില്ലേ? നിന്റെ മന്ത്രിമാരെ എല്ലാം വേണ്ട പോലെ രഹസ്യമായി മന്ത്രാലോചന ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നുണ്ടേ. നീ വേണ്ടുവോളം ഉറങ്ങാറുണ്ടല്ലോ, നേരത്തെ ഉണരാറുണ്ടല്ലോ. ഇങ്ങനെ ഒരു രാജാവ് അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെല്ലാം കുറിച്ച് ശ്രീരാമൻ അനവധി ചോദ്യങ്ങളാണ് ചോദിച്ചത് ഭരതനോട്. അതുപോലെ ഒരു രാജാവ് വർജിക്കേണ്ട കുറെ രാജദോഷങ്ങളെക്കുറിച്ചും പറഞ്ഞു. രാജാവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറെ പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. എന്തൊക്കെയാണ്? നാസ്തിക്യം, ഭോഷ്ക്, അരിശം, പ്രമാദം, കാലതാമസം, സജ്ജനങ്ങളെ കാണാതിരിക്കുക, മടി, ഇന്ദ്രിയവശ്യത, ഒറ്റയ്ക്ക് കാര്യം ചിന്തിച്ച് തീരുമാനിക്കുക, മൂഢന്മാരോടൊത്ത് മന്ത്രം ചെയ്യുക, നിശ്ചയിച്ചതുപോലെ ചെയ്യാതിരിക്കുക, മന്ത്രം രഹസ്യമായി സൂക്ഷിക്കാതിരിക്കുക, മംഗളകാര്യങ്ങൾ ആചരിക്കാതിരിക്കുക, ഏതു കാര്യത്തിലും ചെന്ന് തലയിടുക, എല്ലാ കാര്യത്തിലും ഇടപെടുക. ഇങ്ങനെയുള്ള 14 രാജദോഷങ്ങൾ വർജിക്കേണ്ടതാണ്. നീ അതെല്ലാം ശ്രദ്ധിക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചു ഭരതനോട്. അത് തന്നെയല്ല, അനവധി ചോദ്യങ്ങളാണ്. ഒരു 76 ശ്ലോകത്തിൽ മുഴുവനും ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ശ്രീരാമൻ. അതുപോലെ ഇഷ്ടഭക്ഷണം സ്വയം കഴിക്കാതെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാറില്ലേ? അതൊക്കെ ദോഷങ്ങളാണേ. നമ്മുടെ പിതാമഹന്മാരും അനുഷ്ഠിച്ചിരുന്ന ധർമ്മമാർഗത്തെ നീയും വേണ്ട പോലെ അനുഷ്ഠിക്കുന്നില്ലേ? ഇങ്ങനെ അനവധി ചോദ്യങ്ങളാണ് ചോദിച്ചത്. അറിവുള്ള ഒരു രാജാവ് പ്രജകളെ ധർമ്മപൂർവം ശിക്ഷിച്ച് ഭരിച്ചു പോന്നാൽ ഈ ഊഴി മുഴുവൻ വഴി പോലെ നേടാം.
ഭൂമി മുഴുവൻ നേടാം, വേണ്ട പോലെ പ്രജകളെ ധർമ്മപൂർവം ഭരിക്കുകയാണെങ്കിൽ. അത് മാത്രമല്ല, പരലോക സുഖങ്ങളും നേടിയെടുക്കാം എന്നാണ് ശ്രീരാമൻ ഭരതനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അതിനെല്ലാം 101-ാം സർഗത്തിലാണ് ഭരതൻ അതിനുള്ള മറുപടി പറയുന്നത്. ഇത് കഴിഞ്ഞ സർഗത്തിൽ കഴിഞ്ഞതൊന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം, അതിൻ്റെ തുടർച്ചയായതുകൊണ്ട്. രാമസ്യ വചനം ശ്രുത്വാ ഭരത പ്രത്യുവാചഃ കിം മേ ധർമാത് വിഹീനസ്യ രാജധർമ്മ കരിഷ്യതേ. രാമന്റെ ചോദ്യം കേട്ട ഭരതൻ ഉത്തരം പറഞ്ഞു. ധർമ്മവിഹീനനായ എനിക്ക് രാജധർമ്മത്താൽ എന്തു ഫലം നേടാനാണ്? എന്തു ഫലം കിട്ടും? ഞാൻ ധർമ്മവിഹീനമായാണ് പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള എനിക്ക് എന്ത് ഫലം നേടാൻ സാധിക്കും? എന്താണ് വിപരീതം പ്രവർത്തിച്ചതെന്നാണ് പറയണത്. അതായത് മൂത്തപുത്രൻ ഇരിക്കുമ്പോൾ അനുജൻ രാജാവ് ആകാറില്ല. ശാശ്വതമായൊരു ധർമ്മമാണ് നമുക്കുള്ളത്. ജ്യേഷ്ഠപുത്രൻ ഉള്ളപ്പോൾ അനുജൻ രാജാവാകാറില്ല. ഇപ്പോൾ ജ്യേഷ്ഠപുത്രനെ കാട്ടിൽ പറഞ്ഞേച്ച് അനുജനെ രാജാവാക്കണം എന്നല്ലേ പറഞ്ഞത്? രാജാവ് അങ്ങനെ അഭിപ്രായപ്പെട്ടുള്ളൂ, അതല്ലേ കാട്ടിൽ പോയത്. അപ്പോൾ കൈകേയിക്ക് കൊടുത്ത വരത്തിൻ്റെ അനുസരിച്ച് സത്യം പാലിക്കാൻ വേണ്ടി ശ്രീരാമൻ വനത്തിൽ പോയതുമാണ്. അത് വിപരീത ധർമ്മമാണ്, നമ്മളുടെ ധർമ്മമല്ല എന്നൊക്കെ പറഞ്ഞ ജ്യേഷ്ഠൻ എന്നോടൊത്ത് അയോധ്യയിലേക്ക് തിരിച്ചു വരണം. നമ്മുടെ കുലനന്മയ്ക്കായി അങ്ങ് സ്വയം അഭിഷേകം നടത്തണം എന്നൊക്കെ ഭരതൻ ശ്രീരാമനോട് അഭ്യർത്ഥിച്ചു. രാജാനം മാനുഷം പ്രാഹുർദേവത്വേ സമ്മതോ മമ യസ്യ ധർമാർത്ഥസഹിതം വൃത്തമാരുഹ ആഹുരമാനുഷം. യസ്യ ധർമാർത്ഥസഹിതം വൃത്തമാഹോരമാനുഷം. ധർമാർത്ഥസഹിതമായ ഒരു പ്രവൃത്തി ചെയ്യുന്ന രാജാവിന്, കർമ്മം ചെയ്യുന്ന ഒരാൾക്ക് അത് അമാനുഷ കർമ്മം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യനെന്ന് പറയാൻ പാടില്ല, ദേവനെന്നാണ് പറയേണ്ടത് രാജാവിനെ എന്ന് പറയാണ് ഭരതൻ. ഞാൻ കേയത്തിൽ വാഴുമ്പോൾ, കേയ രാജ്യത്ത് ഞാൻ പോയിരുന്ന സമയത്ത്, അങ്ങ് വനത്തിലേക്ക് പോയ സമയത്ത് സുജനപ്രിയനും യജ്വാവും പൂജ്യനുമായ രാജാവ്, നമ്മുടെ പിതാവ് സ്വർഗം പ്രാപിച്ചു എന്ന് ഭരതൻ ദുഃഖത്തോടുകൂടി ശ്രീരാമനെ അറിയിച്ചു. അങ്ങ് സീതാലക്ഷ്മണന്മാരോടൊത്ത് പോന്നയുടനെ ദുഃഖശോകങ്ങൾ വർദ്ധിച്ച് രാജാവ് പരലോകം പ്രാപിച്ചു. ഉത്തിഷ്ഠപുരുഷവ്യാഘ്ര ക്രിയതാമുദകം പിതോ അഹം ചായം ച ശത്രുഘ്ന പൂർവമേവ കൃതോദകൗ. എഴുന്നേൽക്കൂ പുരുഷശ്രേഷ്ഠ, അവിടുന്ന് അച്ഛനു വേണ്ട ഉദകക്രിയാദി കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കൂ. ഞാനും ശത്രുഘ്നനും അത് ആദ്യമേ ചെയ്തു കഴിഞ്ഞു. എങ്കിലും ജ്യേഷ്ഠപുത്രൻ, അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ അങ്ങാണ് ആ കർമ്മം ചെയ്യേണ്ടത് എന്നെല്ലാം ഭരതൻ ശ്രീരാമനോട് പറഞ്ഞു. പ്രിയേണ ഖലു ദത്തം ഹി പിതൃലോകേഷു രാഘവ അക്ഷയ്യം ഭവതീത്യാഹുർ ഭവാംശൈവ പിതുപ്രിയ. പ്രിയപ്പെട്ടവൻ കൊടുക്കുന്നതാണ് പരലോകത്ത് അനശ്വരമായതെന്ന് കേട്ടിട്ടുണ്ട്. അവിടുന്നാണ് പിതാവിന് പ്രിയപ്പെട്ടവൻ. അങ്ങ് അച്ഛനു വേണ്ടി ഉദകക്രിയ കർമ്മങ്ങളെല്ലാം ചെയ്യണം, പിണ്ടദാനങ്ങളെല്ലാം ചെയ്യണം, ആ പിതാവിൻ്റെ ശ്രേയസ്സിനു വേണ്ടി എന്ന് ഭരതൻ ശ്രീരാമനെ അറിയിച്ചു. ത്വാമേവ ശോചം സവദർശനേ സ്ത്വയേവ സക്താമനിവർത്തിയ ബുദ്ധിം ത്വയാ വിഹീനസ്തവ ശോകരുദ്ഗണ സ്വാം സംസ്മരന്നേവ ഗത പിതാ തേ. ജ്യേഷ്ഠനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടും ജ്യേഷ്ഠനെ കാണാൻ ആഗ്രഹിച്ചും അങ്ങയിൽ ലയിച്ച മനസ്സുമായി അങ്ങയോട് വേർപെട്ട് അങ്ങയെപ്പറ്റി ദുഃഖിച്ചു വലഞ്ഞ് അങ്ങയെ തന്നെ കുറിച്ച് തന്നെ ഓർത്ത് അങ്ങയുടെ അച്ഛൻ മരിച്ചു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്രീരാമൻ്റെ വേർപാട് കൊണ്ട് ദുഃഖം സഹിക്കാൻ വയ്യാതെ ആ ദശരഥ മഹാരാജാവ് ശ്രീരാമനെ തന്നെ ഓർത്ത് ശ്രീരാമ മന്ത്രം ജപിച്ചുകൊണ്ട് ആ ശ്രീരാമനെ കാണാൻ ആഗ്രഹിച്ച വ്യാകുലനായി അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്.
ഈ സർഗത്തിൽ ഇത്രേ പറയണുള്ളൂ. ബാക്കി കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നതൊക്കെ അടുത്ത സർഗത്തിലാണ് പറയണത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ അച്ഛന് വേണ്ടിയിട്ടുള്ള കർമാദികളെല്ലാം ചെയ്യണമെന്ന് ഭരതൻ ശ്രീരാമനോട് അപേക്ഷിച്ചു. അതെല്ലാം അടുത്ത സർഗത്തിൽ ചെയ്യുന്ന കാണാം. എല്ലാവർക്കും നമസ്കാരം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ധർമ്മേണ മാർഗേണ മഹിം മഹീഷ, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.